ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ 1 വീക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇന്ന് ഡേ 8 ആണ്. അപ്പോൾ ഈ 1 വീക്കിൽ എത്ര കിലോ കുറഞ്ഞെന്ന് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുകയാണ്. ഇതെൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് ആണ്. അതായത് ഞാൻ ജൂൺ 6 ഫ്രൈഡേ ബക്രീദിൻ്റെ അന്നാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അന്നത്തെ വെയിറ്റാണ് 70.35 kg എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തത്. അതായത് 13th ജൂൺ ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ 1 വീക്ക് കംപ്ലീറ്റ് ചെയ്തല്ലോ. അപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കിയപ്പം 68.35 kg എന്നാണ് കാണിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിപ്പോയി, ഇതെങ്ങനെ ഒരാഴ്ച കൊണ്ട് ഞാൻ 2 കിലോ കുറഞ്ഞു വന്ന്. എന്തായാലും ഞാൻ 1 കിലോ കുറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. 2 കിലോ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഞാൻ അപ്പോൾ 2-3 പ്രാവശ്യം അതൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ മെഷീൻ്റെ കംപ്ലയിൻ്റ് ആയിക്കൊന്ന് വെച്ച് ബാറ്ററിയും എല്ലാം മാറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ടും എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 68.35 kg ആണ് കാണിക്കുന്നത്. അതായത് ഞാൻ 1 വീക്ക് കൊണ്ട് 2 kg കുറഞ്ഞെന്നാണ് കാണിക്കുന്നത്. എന്നാലും ഞാൻ നാളെയും കൂടെ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആ വെയിറ്റ് ഒന്നും കൂടെ കാണിക്കാം. എന്തായാലും 1 കിലോയ്ക്ക് മേലെ എനിക്ക് കുറയുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് 2 കിലോ കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാവരും 2 കിലോ ഒരാഴ്ച കൊണ്ട് കുറയുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഒരാഴ്ച കൊണ്ട് നമുക്കൊരു 1 കിലോയ്ക്ക് മേലെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 7 ദിവസത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒരു ഫാൻസി ഡയറ്റൊന്നും നല്ല ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രിങ്കോ സ്പെഷ്യൽ സ്മൂത്തി ഒന്നും കഴിച്ചല്ല എൻ്റെ വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ വരുത്തിയിട്ടുള്ളത്. ഒന്ന്, നേരത്തെ ഡിന്നർ കഴിക്കുക. 2 മുതൽ 2 ലിറ്ററോളം വെള്ളം കുടിക്കുക. നന്നായിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുക. അരമണിക്കൂറോളം എക്സസൈസ് ചെയ്തു. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയില്ലെങ്കിലും ഞാൻ ഒഴിവാക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എണ്ണ, ഉപ്പ്, നെയ്യ്, തേങ്ങയുടെ അളവ് ഇതൊക്കെ നമ്മൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കടുവറകളൊക്കെ ഒഴിവാക്കാം. പിന്നെ നമുക്ക് തേങ്ങയുടെ അളവൊക്കെ കുറയ്ക്കാം. എണ്ണ, നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് അളന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് നിയന്ത്രിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഈ ഡയറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനനുസരിച്ച് നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 7 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഞാൻ എല്ലാ ഫ്രൈഡേയ്സും വെയിറ്റ് നോക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 60 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.